നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാർട്ടിക്ക് തനിക്ക് നൽകിയ അവസരങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാജേന്ദ്രനെ വിമർശിച്ച് എം.എം. എം.എൽ.എ. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ജീവിതകാലം മുഴുവൻ രാജേന്ദ്രനും ഭാര്യയ്ക്കും പെൻഷൻ മേടിച്ച് തിന്നാം. അതെല്ലാം വാങ്ങിച്ചിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്നെന്നും എം.എം. മുതിരപ്പുഴയാറിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി മൂന്നാറിൽ തുടരുന്നു. സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ചുമത്തുന്നു. ഗതാഗത കുരുക്ക് മാത്രമല്ല, ആദ്യകാല കുടിയേറ്റ ഗ്രാമത്തിലെ ടൗണായ ഉപ്പുതറയിൽ പരിഹരിക്കപ്പെടേണ്ടത് നിരവധി പ്രശ്നങ്ങൾ. ടൗണിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും സൗകര്യങ്ങളില്ല. ചെമ്മണാർ ഗ്യാപ്പ് റോഡിൽ അപകട മരണങ്ങൾ തുടർക്കഥയാകുന്നതിൽ ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി.എം. രതീഷാണ് നിരാഹാരം കടന്നത്. ജനകീയ സമിതിയുടെ നിരാഹാര സമരം ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പാർട്ടി തനിക്ക് നൽകിയ അവസരങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാജേന്ദ്രനെ വിമർശിച്ച എം.എം. എം.എൽ.എ. ആയും മന്ത്രിയായും ജില്ലാ സെക്രട്ടറിയായും തനിക്ക് അവസരങ്ങൾ നൽകിയ പാർട്ടിക്കെതിരെ താൻ സംസാരിച്ചാൽ പ്രവർത്തകർ തന്നെ തല്ലിക്കൊല്ലണമെന്നേ പറയൂ എന്ന എം.എം. ജനിച്ചപ്പോൾ മുതൽ ഒരുത്തനെ എം.എൽ.എ. ആക്കി ചുമക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ല. RSSലോ BJPയിലോ പോയി ചേർന്നാലും CPMന് ഒന്നുമില്ല. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ജീവിതകാലം മുഴുവനും രാജേന്ദ്രനും ഭാര്യയ്ക്കും പെൻഷൻ മേടിച്ചു തിന്നാം. അതെല്ലാം വാങ്ങിച്ചിട്ട് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്രവർത്തകർ പറഞ്ഞാൽ മതിയെന്നും എം.എം. മൂന്നാറിൽ പറഞ്ഞു. ഇത്തവണ എന്നെ മന്ത്രിയാക്കിയില്ല, ഞാൻ മണ്ണുമണ്ണുന്നത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അതിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നത് ശരിയാണോ? പിന്നെ ചുമക്കണം. ഇതെല്ലാം പിള്ളേര് കളിയാണ്. ഞാന് പറയാണ്, എന്നെ മന്ത്രിയാക്കിയില്ല. നിസ്സാരത്തോടെ അമത്തരായിരുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രിയായിട്ട് പ്രവർത്തിച്ചു നന്നായിട്ട്. എന്നെ മന്ത്രിയാക്കിയില്ല എന്നും പറഞ്ഞ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്റെ കാര്യം ചെയ്യും തല്ലി ഓടിക്കണം. നിങ്ങൾ എന്റെ അഭിപ്രായമാണ്. നിങ്ങളതാ ചെയ്യണ്ടേ. എനിക്ക് അതിനകത്ത് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. നാളെ ഞാൻ ഈ പാർട്ടിക്കെതിരെ 10 വർഷം MLA, അതിൽ 5 വർഷം മന്ത്രി, 28 വർഷം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, 8 വർഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, 40 വർഷക്കാലം സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് വേണ്ട എത്ര സ്ഥാനമെന്ന്, കേരള കർഷക സംഘത്തിന്റെ പ്രസിഡന്റ്, കേരള കർഷക സംഘത്തിന് ജില്ലാ സെക്രട്ടറി, ഏതെല്ലാം സ്ഥാനം ഈ പാർട്ടി തന്നു. ഒടുവിൽ ഞാൻ ഈ പാർട്ടിക്കെതിരെ, കക്ഷിക്കെതിരെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊള്ളണമെന്ന് എന്റെ അഭിപ്രായം. വെറുതെ വിടാൻ പാടില്ല. ഞാൻ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? മര്യാദ. ചുമ്മാതല്ല. പെൻഷൻ മേടിച്ച് ഞണ്ണാം. രാജേന്ദ്രന് MLA ആയിരുന്നവർക്കൊക്കെ ഞണ്ണാം. എം.എം. നാളെ ചത്തുപോയാലും എം.എം. ഭാര്യ പെൻഷൻ കിട്ടും. ചത്തുപോയെന്ന ഭാര്യയ്ക്ക് കിട്ടും. രാജേന്ദ്രനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി 15 വർഷം MLA ആക്കി. പിന്നെ നിന്നെന്നാ തോക്കും. അപ്പൊ തന്നെയല്ല, ഒരു കാലം ജനിച്ചപ്പം മുതല് ഇവനെ MLA ആക്കി തുറക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കല്ല. ആണുങ്ങളെ കൊണ്ട് വർത്താനം പറഞ്ഞ് ശീലിക്കണം നിങ്ങൾ. തമാശല്ല. ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഞങ്ങൾക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ. ചെയ്താൽ അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതല്ല. RSS ചെയ്തുവോ BJP ചെയ്തുവോ ഏത് പൂനായി പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാം നേരിടും. മുതിരപ്പുഴയാറിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിക്കുവാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി മൂന്നാറിൽ തുടരുകയാണ്. സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ഈടാക്കുന്നുണ്ട്. നടപടി ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 30-ന് മൂന്നാറിലെ സ്ഥാപന ഉടമകളെ ഉൾക്കൊള്ളിച്ച യോഗം വിളിച്ചതായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ പറഞ്ഞു. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് മുതിരപ്പുഴയാറ്റിലേക്ക് മാലിന്യമൊഴുക്കുന്നുവെന്ന പരാതി ഉയരുകയും മുതിരപ്പുഴ വീണ്ടും മാലിന്യവാഹിനിയായി തീരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുതിരപ്പുഴയാറ്റിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിക്കുവാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് തീരുമാനം കൈക്കൊണ്ടത്. പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി
മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ഈടാക്കുന്നുണ്ട്. നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 30-ന് മൂന്നാറിലെ സ്ഥാപന ഉടമകളെ ഉൾക്കൊള്ളിച്ച് യോഗം വിളിച്ചിട്ടുള്ളതായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു. മൂന്നാർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന റിസോർട്ടുകളുടെയും അതുപോലെ തന്നെ ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ ഹോം സ്റ്റേ ലോഡ്ജുകൾ ഇവരുടെ പ്രതിനിധികളെയും അതിലെ ഉടമസ്ഥരെയും യോഗം ചേർന്നുകൊണ്ട് അവർക്ക് ഈ വരുന്ന 30-ാം തീയതി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. മുമ്പ് മുതിരപ്പുഴയിലേക്ക് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും മുതിരപ്പുഴ ഒരു പരിധിവരെ മാലിന്യമുക്തമാവുകയും ചെയ്തിരുന്നു. എന്നാൽ സമീപകാലത്ത് വീണ്ടും പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന പ്രവണത വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി കടുപ്പിക്കുവാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. സിറ്റി വിഷൻ മൂന്നാർ. സിറ്റി വിഷന്റെ ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഗതാഗത കുരുക്ക് മാത്രമല്ല, ആദ്യകാല കുടിയേറ്റ ഗ്രാമത്തിലെ ടൗണായ ഉപ്പുതറയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ നിരവധിയാണ്. ടൗണിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും വേണ്ട സൗകര്യങ്ങളില്ല. ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ. ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ പോലും ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഈ ഭരണസമിതിക്ക് മുമ്പിലും വ്യാപാരികൾ വെച്ചിരുന്നു. എന്നാൽ എല്ലാം ശരിയാക്കാമെന്ന പതിവ് മറുപടി മാത്രമാണ് ഉണ്ടാകുന്നത്. പ്രശ്നപരിഹാരത്തിന് ശാശ്വത ഇടപെടൽ ഉണ്ടാകുമോ? വിശദമായി പരിശോധിക്കാം. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. ആദ്യ കുടിയേറ്റ ഗ്രാമമായ നമ്മുടെ ഉപ്പുതറ, ഇവിടെ റോഡ് ഹൈവേ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമില്ല. ഒരു കസ്റ്റമർ ഒരു വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ കടകളിൽ കയറി സാധനം വാങ്ങിക്കാനായിട്ട് അവർക്ക് ആ വണ്ടി നിർത്തിയിടാനായിട്ടുള്ള ഒരു സൗകര്യമില്ല. ഒരു സൈഡിൽ ഒരു വണ്ടി വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഒരു വണ്ടി കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വഴി അടഞ്ഞുപോയി. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവര് പാർക്കിംഗ് ഉള്ള അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പരപ്പ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബിസിനസ്സുകൾ എല്ലാം കംപ്ലീറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ്, അതായത് പച്ചമീന്, ഇറച്ചി, പച്ചക്കറി എന്നിവ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് അക്കരെ പഞ്ചായത്തായ പരപ്പിലേക്കാണ് ജനങ്ങളെല്ലാം പോകുന്നത്. കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരണസമിതി ഏത് മുന്നണി വന്നാലും നമ്മുടെ നാടിനോടൊരു സ്നേഹമോ അല്ലെങ്കിൽ നാടിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ള ഭരണാധികാരികൾ ഇവിടെ വന്നിട്ടില്ല. ഒരു മുന്നണി 2 മുന്നണിയും. അതായത് SR ജ്ഞാനിയുടെ കാലത്ത് ഉപ്പുതറ പഞ്ചായത്ത് ടൗണിൽ 2 ഏക്കർ സ്ഥലം 3 ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്ത് കിട്ടുമായിരുന്നു. അത് വാങ്ങിക്കാൻ പോലും അന്നത്തെ ഭരണസമിതി സാധിച്ചില്ല. പണമില്ലാഞ്ഞിട്ടല്ല, വേറെ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ അവർ പറഞ്ഞ് ഒഴിപ്പിച്ചു. അല്ലെങ്കിൽ ടൗണിൽ തന്നെ 2 ഏക്കർ സ്ഥലം കിട്ടും, നല്ല വികസനം ഉണ്ടാകുമായിരുന്നു. ഗ്രൗണ്ട്, ഈ പാർക്കിംഗ് വിഷയങ്ങൾ പരിഹരിക്കായിരുന്നു, ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമായിരുന്നു, കംപ്രസ് സ്റ്റേഷൻ ഉണ്ടാകുമായിരുന്നു, പല സംഭവം ഉണ്ടാകുമായിരുന്നു. എന്നാൽ നമ്മുടെ ഭരണസമിതി കാലാകാലങ്ങളായിട്ട് ഇപ്പം ഉപ്പുതറ പഞ്ചായത്തിൽ 5 കംപ്രസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും ഉപയോഗയോഗ്യമല്ല. കാരണം ഒന്ന് ബൈപ്പാസിൽ പണി വെച്ചേക്കുന്നു, ലക്ഷങ്ങൾ മുടക്കായതാണ്, അത് വനത്തിനല്ല. അപ്പോൾ ഉപ്പുതറ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കംഫർട്ട് സ്റ്റേഷൻ, അതോടൊപ്പം യാത്രാ പ്രശ്നങ്ങൾ അത് രൂക്ഷമാണ്. നമുക്കറിയാം, ഇരു സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നടുക്കൂടെ ഒരു വലിയ വണ്ടികൾ, ബസ് പോലെയുള്ള വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പൊതുപ്രവർത്തകരും വ്യാപാരികളും അടക്കമുള്ളവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുകയാണ്. ഷിനു, ഈ ഉപ്പുതറയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ, ആംബുലൻസ് അടക്കം കടന്നു വരുന്നു. അവിടെയെല്ലാം ഗതാഗത കുരുക്ക് മാത്രമല്ല ഒരു വിഷയമായി നിൽക്കുന്നത്. ഉപ്പുതറയുടെ ഒരു സമഗ്ര വികസനത്തിന് ശക്തമായ ഒരു ഇടപെടൽ വേണമെന്ന ആവശ്യമാണോ ഇപ്പോൾ ഉയരുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നത്? ആദ്യകാല കുടിയേറ്റ പ്രദേശം ഉപ്പുതറ വികസനം ഇന്നും കാണാപ്പാട് അകലെയാണ്. മാറി മാറി ഭരിച്ച് ഇടത് വലത് മുന്നണികൾ അഴിമതിയുടെ നേർക്കാഴ്ചയാക്കി ഉപ്പുതറയെ മാറ്റി ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി പണിത ബസ് സ്റ്റാൻഡ് അടക്കം 5ഓളം കംപ്രസ് സ്റ്റേഷനാണ് ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. കഴിഞ്ഞ 3 ടേമുകളായി ഇടതുപക്ഷമാണ് ഉപ്പുതറ ഭരിക്കുന്നത്. ഗതാഗത കുരുക്കാണ് ഉപ്പുതറ അനുഭവിക്കുന്ന വലിയ പ്രശ്നം. കൊച്ചി ഡിണ്ടിഗൽ ദേശീയപാത കടന്നു പോകുന്ന ഉപ്പുതറയിൽ കൂടി ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്.
ഇവയ്ക്ക് കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, ഇവ പാർക്ക് ചെയ്താൽ ഫൈൻ അടയ്ക്കാൻ ചാടി വീഴുന്ന പോലീസും ഇവിടുത്തെ അവസ്ഥയാണ്. ഇതുമൂലം വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും അത് എങ്ങും എത്തിയില്ല. ടൗണിൽ കമ്പർ സ്റ്റേഷൻ നിലവിൽ ഇല്ലാത്തത് മൂലം സ്ത്രീകളടക്കമുള്ള സഞ്ചാരികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് നിലവിലുണ്ടെങ്കിലും ഇവിടെ ബസ് കയറാതെ ടൗണിലാണ് ബസ് പാർക്ക് ചെയ്യുന്നത്. തിന്മകൾ പെരുകുമ്പോൾ അവതാരപ്പിറവികൾ സംഭവിക്കാറുണ്ട്. അതുപോലെ ഉപ്പുതറയിൽ ആർജവും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിക്കാനുള്ള കാത്തിപ്പിലാണ് ഉപ്പുതറ നിവാസികൾ. സന്ദീപ്. ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും അവിടെ പരിഹരിക്കപ്പെടേണ്ട നിരവധിയായ വിഷയങ്ങളാണ് ഇപ്പോൾ സിറ്റി വിഷൻ അധികൃതരുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. അതിൽ പരിഹാരവും ഇടപെടലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത്. മറ്റു വാർത്തകളിലേക്ക് നോക്കാം. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ അപകട മരണങ്ങൾ തുടർക്കഥയാകുന്നതിൽ ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM രതീഷാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ തുടർക്കഥയാകുന്ന ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM രതീഷ ഏകദിന നിരാഹാര സമരം അനുഷ്ഠിച്ചത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം ഇതിനകം 45ഓളം അപകടങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായത്. 14 പേർ മരണപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച അപകട മുന്നറിയിപ്പ് നൽകുക, 100 മീറ്റർ അകലത്തിൽ അപകടം സൂചിപ്പിക്കുന്ന സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുക, അപകടങ്ങൾ സൂചിപ്പിക്കുന്ന അനൗൺസ്മെന്റ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM രതീഷ ഏകദിന നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക, ടേക്ക് ബ്രേക്ക് സ്ഥാപിക്കുക, 100 മീറ്റർ അകലത്തിൽ സിഗ്നൽ ബോർഡ് സ്ഥാപിക്കുക, പിന്നെ അപകടങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിരാഹാര സമരം നടത്തുന്നത്. ചൊക്രമുടി റോഡരികിൽ നടന്ന നിരാഹാര സമരം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ബൈറ്റ്. ജനകീയ സമിതി അംഗങ്ങൾ, ആശ്രയം ചാരിറ്റബിൾ സൊസൈറ്റി, ഇന്റർനാഷണൽ കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റി, ചൊക്രമുടി ആദിവാസികൾ, പൊതുജനങ്ങൾ എന്നിവർ സമരത്തിന് പിന്തുണയുമായി എത്തി. സിറ്റി വിഷൻ ബൈസൺവാലി. നോക്കാമിനി കാർഷിക വാർത്തകൾ. ജൈവ പച്ചക്കറി കൃഷിയുടെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകി ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിൽ നടത്തിയ കുട്ടി കർഷകരുടെ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. കൃഷിയുടെ ആദ്യ വിളവെടുപ്പും വിപുലമായി സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്ത് ആദ്യമായി നടത്തിയ പച്ചക്കറി കൃഷികളാണ് കഴിഞ്ഞ ദിവസം വിളവെടുത്തത്. വിവിധ തരം ബീൻസുകൾ, തക്കാളി, പച്ചമുളക് എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത്. പഠനത്തോടൊപ്പം ആദിവാസി കുട്ടികളിൽ കൃഷിരീതികളിലും പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രൈബൽ LP സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സഹകരണത്തോടെ സ്കൂൾ പരിസരത്ത് പച്ചക്കറി തോട്ടങ്ങൾ ഒരുക്കിയത്. സ്കൂൾ ഓഫീസിന് സമീപത്തായി വന്യമൃഗങ്ങൾ കടന്നു വരാത്ത വിധത്തിൽ സംരക്ഷണം ഒരുക്കിയാണ് തൈകൾ നട്ടത്. പ്രധാന അധ്യാപകൻ ഷിബു KV, അധ്യാപകൻ C രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പുഴയോരത്ത് നിന്നും കാട്ടുപോത്തിന്റെ ചാണകം ശേഖരിച്ചു കൊണ്ടുവന്ന ഇവയുപയോഗിച്ച് പ്രത്യേകമായി തയ്യാറാക്കിയ തടങ്ങളിലാണ് കുട്ടികൾ വിത്തുകൾ പാകിയത്. മീറ്റർ പയർ, കുറ്റി ബീൻസ്, ബട്ടർ ബീൻസ്, തക്കാളി, പച്ചമുളക് എന്നിവയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. കുട്ടികളിൽ കൃഷിരീതികളെ കുറിച്ചുള്ള അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യമായി സ്കൂൾ പരിസരത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചതെന്ന് പ്രധാന അധ്യാപകൻ KV ഷിബു പറഞ്ഞു. വിളവെടുത്ത പച്ചക്കറികൾ സ്കൂളിലും ഹോസ്റ്റലിലുമുള്ള കുട്ടികളുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. വിപുലമായ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് കുട്ടി കർഷകരുടെയും അധ്യാപകരുടെയും തീരുമാനം. സിറ്റി വിഷൻ മൂന്നാർ. മറ്റൊരു കർഷകനെ കൂടി നമുക്ക് പരിചയപ്പെടാം. ഔദ്യോഗിക ജീവിതത്തിനിടയിലും കാർഷിക വൃത്തിയിൽ ഏറെ താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഇടുക്കി. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ആസാദ് തോമസ് ആണ് ജോലി സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലെത്തി കാർഷിക ജോലിയിൽ ഏർപ്പെടുന്നത്. പുരയിടത്തിൽ എല്ലാത്തരം കൃഷികളുണ്ടെങ്കിലും ജാതി കൃഷിയിലാണ് ആസാദ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആസാദ് തോമസ് സ്റ്റേഷനിലെ ജോലി സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലെത്തും. പിന്നീട് നേരം ഇരുട്ടുവോളം കൃഷിപ്പണികളാണ്.
കുരുമുളകും ഏലവും ജാതിയും ഉൾപ്പെടെ എല്ലാത്തരം കൃഷികളും ആസാദിന്റെ പറമ്പിലുണ്ടെങ്കിലും ഏറെ താല്പര്യം ജാതി കൃഷിയിലാണ്. 35ഓളം ഇനത്തിൽപ്പെട്ട ജാതി മരങ്ങളാണ് ആസാദിന്റെ കൃഷിയിടത്തിലുള്ളത്. റൗണ്ട് ലീഫ്, ഇന്തോനേഷ്യ, പാലത്തിങ്കൽ ഗോൾഡ്, നിലമ്പൂർ ജാതി, ആലപ്പുഴ ജാതി, ഇങ്ങനെ ഓരോ ഇനവും ഏറെ കായ്ഫലമുള്ളവയാണ്. സ്വന്തമായുള്ള കൃഷിക്ക് പുറമെ ഇവയുടെയെല്ലാം തൈകളും ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. കൃഷി ചെലവ് കുറവും പരിപാലിക്കാൻ എളുപ്പവും എന്നതാണ് ജാതി കൃഷിക്ക് താല്പര്യമുണ്ടാവാൻ കാരണമെന്ന് ആസാദ് പറയുന്നു. ഇപ്പോൾ ഇവിടെ 109 ജാതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ 36 ഇനമാണ് മൊത്തം ഉള്ളത്. 36 ഇനത്തിൽ ഞാൻ സെലക്ട് ചെയ്ത് ഒരു 5-6 ജാതികൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു 10 തൊട്ട് 20 തൊട്ട് 50 വരെ ഇരട്ടി നമുക്ക് വരുമാനം കിട്ടുന്നൊരു. മുട്ടത്തോടുകൾ ശേഖരിച്ചും മറ്റു ജൈവവളങ്ങൾ കണ്ടെത്തിയുമാണ് കൃഷി പരിപാലിക്കുന്നത്. ജാതി കൃഷി വീട്ടമ്മമാർക്ക് പോലും നോക്കി നടത്താൻ കഴിയുമെന്നും കർഷകർക്ക് കഴിയുന്നത്ര പ്രോത്സാഹനം നൽകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് ആസാദ് പറയുന്നത്. ഹൈറേഞ്ചിലെ മാതൃകാ കൃഷിത്തോട്ടം എന്ന നിലയിൽ ആസാദ് തോമസിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കൃഷിയിൽ താല്പര്യമുള്ള പലരും പുറം നാടുകളിൽ നിന്നും ഇവിടെ എത്താറുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി. ഇനി മറ്റൊരു മനോഹരമായ കാഴ്ചയിലേക്കാണ് മതേതരത്വത്തിന്റെ ഒരു കാഴ്ച. കുടിയേറ്റകാല കൂട്ടായ്മയിൽ ജാതി മതങ്ങൾക്കപ്പുറത്ത് സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ഒരു പള്ളിമുറ്റമുണ്ട് ഹൈറേഞ്ചിൽ. NRCT സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി. ഇവിടുത്തെ പെരുന്നാള് കൂട്ടായ്മയിലൂടെ ഒത്തുചേരലിന്റെ ആഘോഷമായി മാറുകയാണ്. കാണാം ആ മതേതരത്വത്തിന്റെ നിറമുള്ള കാഴ്ച. NRCT എന്ന കാർഷിക കുടിയേറ്റ ഗ്രാമത്തിലേക്ക് മുതുമുത്തച്ഛന്മാർ കുടിയേറിയെത്തുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി ഒത്തുകൂടാൻ ഒരു കൊച്ചു പള്ളിയുണ്ടായി. അവിടെ ജാതിയും മതവും നോക്കാതെ അമ്മയ്ക്ക് മുമ്പിൽ സങ്കടങ്ങൾ പറയാൻ എല്ലാവരും എത്തിയിരുന്നു. ഇല്ലായ്മകളിലും ഒരു നാടിന്റെ ആഘോഷമാണ് ഇവിടുത്തെ തിരുനാൾ. കുരിശും കുടയുമായി പ്രദക്ഷിണം പള്ളിയിൽ നിന്നും ഇറങ്ങും. ഹിന്ദുമത വിശ്വാസികൾ നിലവിളക്ക് കൊളുത്തി ഭക്തിയോടെ വരവേൽക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ NRCT ടൗണിലെ കപ്പേളയിലേക്കുള്ള പ്രദക്ഷിണത്തിൽ ഒരു നാട് മുഴുവനും ഒന്നിച്ചുണ്ടാകും. ഇവിടുത്തെ പ്രധാന നേർച്ചകളിൽ ഒന്നാണ് കഴുന്നെടുക്കൽ. കഷ്ടതകൾ മാറാനും വിഷമങ്ങൾ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഉപകാര സ്മരണയ്ക്കുമൊക്കെയായി എല്ലാവരും കഴുന്നെടുക്കും. ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മറ്റു മതസ്ഥരാണെന്നും ഇവിടുത്തെ പ്രത്യേകത. ഒത്തുചേരലിന്റെ ആഘോഷമായി ഇത്തവണയും NRCT സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ വിപുലമായി നടത്തപ്പെട്ടു. തിരുനാൾ പ്രദക്ഷിണം തിരികെ എത്തിയാൽ മുമ്പൊക്കെ നാടകവും സിനിമയുമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണയത് ഏറെ വ്യത്യസ്തമായ ഫ്യൂഷനായി മാറി. വയലിനൊപ്പം ചെണ്ടയുടെ താളപ്പെരുക്കം. കുടിയേറ്റ ഗ്രാമത്തെ ആഘോഷത്തിന്റെ നിറവിലാക്കിയ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ ഷെറിൻ കുരിക്കിലേട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ VU സ്റ്റീഫൻ, ഷാജി ചേലമൂട്ടിൽ, കൺവീനർ ജോസ് കോയിത്തറ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും കലാസന്ധിയും സംഘടിപ്പിച്ചു. വാർഷിക സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും SNDP യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാറും കലാസന്ധ്യ പ്രശസ്ത സിനിമാ താരം ടിനി ടോമും ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യകാല സ്കൂളുകളിലൊന്നായ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 63ാം വാർഷികാഘോഷം നടന്നു. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സമഗ്രമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ 100% നിറവേറ്റുവാൻ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത്
വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപന ജോലിയിൽ നിന്നും വിരമിക്കുന്ന മാഗി എം ജോർജ്, എൻ സുധ, കെ സിനി, ഡി സന്ധ്യ, വി ശ്രീലേഖ, സി ടി സതീശൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ കെ പി ജെയിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ പ്രിൻസിപ്പാൽ ഗുരുശ്രേഷ്ഠ വി കെ ബാബു വാർഷിക ദിന സന്ദേശം നൽകി. തുടർന്ന് നടന്ന കലാസന്ധ്യ പ്രശസ്ത സിനിമാ താരം ടിനി ടോം ഉദ്ഘാടനം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ചെറിയൊരിടവേള, വേഗം മടങ്ങിയത്. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിൽ വച്ചുപിടിപ്പിച്ച ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി. ഇടുക്കി കഞ്ഞിക്കുഴി, മൈലപ്പുഴ, കുളത്തിങ്കൽ ഉഷാ രാജുവിന്റെ 100ഓളം ഏലച്ചെടികളാണ് സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പറയുന്നത്. വീട്ടമ്മ കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിലെ 100ഓളം ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പറയുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മൈലപ്പുഴ സ്വദേശി കുളത്തിങ്കൽ ഉഷാ രാജുവിന്റെ 100ഓളം ഏലച്ചെടികളാണ് നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഞാൻ വിധവയാണ്. എൻ്റെ വീതത്തിൽ 100 കൂടെ ഏലം വെച്ചായിരുന്നു. അത് 110 രൂപ വില വെച്ചൊരു തട്ടയ്ക്ക് മേടിച്ച് നട്ടതാണ്. അത് ഇന്ന് രാവിലെ ഒരു കാര്യവും ഇല്ലാതെ വന്നിട്ട് എൻ്റെ ആങ്ങൾ വന്നത് വെട്ടി നശിപ്പിച്ചു. അവൻ തൃശ്ശൂർ സപ്ലൈ ഓഫീസറാണ്, അവൻ ജോലി ചെയ്യുന്നയാളാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജാറ് വെട്ടിക്കളഞ്ഞു, എല്ലാം നശിപ്പിച്ചിട്ട് അവൻ പോയി. ഇനി അവൻ 4 മണിയാകുമ്പോൾ ഒന്നും കൂടി വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 110 രൂപ വീതം നൽകിയാണ് ഏലത്തൈകൾ വാങ്ങി കൃഷി ചെയ്തതെന്നും വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും ഉഷാരാജു പറഞ്ഞു. വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി.
സഹോദരൻ സർക്കാർ ജീവനക്കാരനാണെന്നും വൈകിട്ട് വീണ്ടും എത്തി ആക്രമിക്കുമോ എന്ന് സംശയിക്കുന്നതായും ഇവർ പറയുന്നു. സിറ്റി വിഷൻ ഇടുക്കി. സഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കഫേ ഫുഡ് കോർട്ട് തുറന്നു. ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത്. മൂന്നാറിന്റെ കുളിരിനൊപ്പം സഞ്ചാരികൾക്ക് ഭക്ഷണ വൈവിധ്യത്തിന്റെ രുചിഭേദം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന കഫേയുടെ പ്രവർത്തനം ഈ മാസം 27 വരെ നീളും. ഇടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ അന്തരീക്ഷ താപനില വീണ്ടും താഴ്ന്നതോടെ സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി. മൂന്നാറിന്റെ കുളിരിനൊപ്പം സഞ്ചാരികൾക്ക് ഭക്ഷണ വൈവിധ്യത്തിന്റെ രുചിഭേദം ആസ്വദിക്കുവാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത്. ബൊട്ടാണിക്കൽ ഗാർഡൻ, ഈ ഗാർഡനിലാണ് നമ്മുടെ കുടുംബശ്രീയുടെ കുറേ സ്റ്റോളുകൾ ഫുഡ് കോർട്ടായി ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രദേശത്തിലുള്ള ആളുകളെല്ലാം ഇതിൽ വരണം. ഈ ഫുഡ് ഫെസ്റ്റിവലിൽ നിങ്ങളും കൂടെ പങ്കാളികളാകണം. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് കഴിഞ്ഞ വർഷം ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണ അത് തുടർന്നുകൊണ്ട് ഈ തവണയും നടത്തുകയാണ്. അതിലെല്ലാവരും കൂടെ. ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത്. കഫേയുടെ പ്രവർത്തനം ഈ മാസം 27 വരെ നീളും. നാടൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടെ കഫേ ഫുഡ് കോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. കഫേ തുറന്ന ആദ്യ ദിവസം തന്നെ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വരും ദിവസങ്ങളിൽ കഫേ ഫുഡ് കോർട്ട് സഞ്ചാരികൾ കൂടുതലായി ഏറ്റെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. സിറ്റി വിഷൻ മൂന്നാർ. മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സേനാപതി ലയൺസ് ക്ലബിന്റെയും കാരിത്താസ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സേനാപതി മാർബേസിൽ സ്കൂളിൽ നടന്ന ക്യാമ്പ് സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി 6ാം വർഷത്തിലേക്ക് പ്രവർത്തിക്കുന്ന സേനാപതി ലയൺസ് ക്ലബിന്റെയും കാരിത്താസ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സേനാപതി മാർബേസിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സയും മരുന്നു നിർദ്ദേശങ്ങളും നൽകി. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ നിർവഹിച്ചു. അധികം ആളുകൾ ഇവിടെ ഇന്ന് കാണാൻ എത്തുന്നുണ്ട്. ഡോക്ടർമാരാണെങ്കിൽ വളരെയധികം ദൂരം യാത്ര ചെയ്ത് ഈ കാലാവസ്ഥയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തുവാൻ നിരവധി ആളുകളാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. വരും ദിവസങ്ങളിൽ ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. വരുന്ന ക്യാമ്പ് നമ്മുടെ ഒരു ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസത്തോടു കൂടി നമ്മൾ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ്, അതുപോലെ കാർഡിയാക്കിൻ്റെ അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനത്തോടു കൂടിയുള്ള ഒരു ക്യാമ്പ് ഈ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ തന്നെ സഹകരണത്തോടു കൂടി നമുക്ക് സേനാപതി പഞ്ചായത്തിൻ്റെ മറ്റേതെങ്കിലും മേഖലയിൽ നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ലയൺസ് ക്ലബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുകൂടി ഈ അവസരത്തിൽ ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PPL ദോസ, നീതു ബിനു, പ്രവീൺ കുമാർ, ബിജു പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് VR രാജേഷ, സെക്രട്ടറി ബേസിൽ വർഗീസ്, ട്രഷറർ VR ശിവൻ, TR രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ സേനാപതി. ചോറ്റുപാറ RMP LP സ്കൂളിൽ ചോറ്റുപാറയിൽ സവാരി ദിനം ആഘോഷിച്ചു. എല്ലാ വർഷവും ജനുവരി 25-നാണ് സൈക്കിൾ ചവിട്ടി ഈ ദിനം മനോഹരമാക്കുന്നത്. സ്കൂൾ പരിസരത്തു നിന്നും 9 മണിക്ക് ആരംഭിച്ച റാലിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. സൈക്കിൾ ചവിട്ടൂ, പരിസ്ഥിതിക്ക് തുണയാകൂ, ആരോഗ്യം നിലനിർത്തൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തൂക്കുപാലം വരെയായിരുന്നു റാലി നടത്തിയത്. നമ്മുടെ വരുന്ന മക്കൾക്ക് പഠനത്തോടൊപ്പം മാനസികമായ ആരോഗ്യം നൽകുക, ശാരീരികമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, കൂടാതെ പരിസ്ഥിതിക്ക് സൗഹൃദമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം പഠനത്തിൽ നല്ല മാറ്റവും അതോടൊപ്പം വീട്ടിലിരുന്ന മുഷിച്ചിൽ കമ്പ്യൂട്ടർ അതുപോലെ ഡിജിറ്റൽ യുഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധി എന്ന നിലയിലാണ് നമ്മൾ ഈ സവാരി ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ 6ാമത്തെ സവാരി നമ്മൾ സ്കൂൾ പ്രധാനാധ്യാപിക ദീപാമോൾ R മുഖ്യ സന്ദേശം നൽകി. വാർഡ് മെമ്പർ മധുസൂദനൻ റാലി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മധു പോളച്ചിറയിൽ, വൈസ് പ്രസിഡന്റ് ബിജു, MPTA പ്രസിഡന്റ് രശ്മി ശ്രീജു, മാനേജ്മെന്റ് പ്രതിനിധി അജി കുളത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ദിനേശ് KK, ആര്യ LS, സുനീഷ് K, വിദ്യ MV എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ചുരളി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ക്ഷേത്രത്തിൽ ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയിറങ്ങി. വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് പകൽപൂര ഘോഷയാത്ര നടന്നത്. ചുരുളി SNDP ശാഖാക്ഷേത്രത്തിൽ 5 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ഉത്രട്ടാതി മഹോത്സവത്തിന് സമാപനമായി. ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച പകൽപൂര ഘോഷയാത്ര ചുരുളി ചേലച്ചുവട് ടൗൺ ചുറ്റി ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. ചുരുളി സെന്റ് തോമസ് ഫെറോന ചർച്ചിന്റെ നേതൃത്വത്തിൽ പകൽപൂര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് കലേഷ് രാജു അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. ആശ്രിത വത്സലനായ
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനിലുള്ള അടിയുറച്ച വിശ്വാസമാണ്, അല്ലെങ്കിൽ പൂർവ്വസൂരികളായ കാരണവന്മാർ മനസ്സിൽ കൊണ്ടു നടന്ന ഈശ്വരചിന്ത, ഗുരുചിന്ത ഇവിടെ. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ഉത്സവ സന്ദേശം നൽകി. ആശംസകൾ അറിയിച്ച് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, ശാഖാ സെക്രട്ടറി MN ഷൺമുഖദാസ്, NR പ്രമോദ് ശാന്തികൾ, മനേഷ് കുടിക്കയത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സിറ്റി വിഷൻ ഇടുക്കി. നോക്കാം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,690 രൂപ, പവന് 1,17,520 രൂപ, വെള്ളി ഗ്രാമിന് 365 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടിക്ക് തനിക്ക് നൽകിയ അവസരങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാജേന്ദ്രനെ വിമർശിച്ച് MM MLA. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ജീവിതകാലം മുഴുവൻ രാജേന്ദ്രനും ഭാര്യയ്ക്കും പെൻഷൻ മേടിച്ച് തിന്നാം. അതെല്ലാം വാങ്ങിച്ചിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്നെന്നും MM. മുതിരപ്പുഴയാറിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി മൂന്നാറിൽ തുടരുന്നു. സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ചുമത്തുന്നു. ഗതാഗത കുരുക്കു മാത്രമല്ല, ആദ്യകാല കുടിയേറ്റ ഗ്രാമത്തിലെ ടൗണായ ഉപ്പുതറയിൽ പരിഹരിക്കപ്പെടേണ്ടത് നിരവധി പ്രശ്നങ്ങൾ. ടൗണിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും സൗകര്യങ്ങളില്ല. ചെമ്മണാർ ഗ്യാപ്പ് റോഡിൽ അപകട മരണങ്ങൾ തുടർക്കഥയാകുന്നതിൽ ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM രതീഷാണ് നിരാഹാരം കടന്നത്. ജനകീയ സമിതിയുടെ നിരാഹാര സമരം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.